ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെയും 2 ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകളെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് വസ്തുവകകൾ വിറ്റഴിക്കുന്നു. സമ്പത്തുകളെല്ലാം വിദേശത്ത് കടത്തുകയാണ്. ജനങ്ങൾ ഇവരിൽ നിന്നും ആരെങ്കിലും വസ്തുവകകൾ ഏതെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ ബഡ്സ് ആക്ട് പ്രകാരം ഈ കേസിൽ പ്രതികളാവും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറ്റിച്ചു എന്നുള്ളതാണ്. ഈ മാന്യദ്ദേഹം ഇപ്പോൾ കാവി ഉടുത്ത് കാഷായ വേഷം ധരിച്ച് അടുത്ത മറ്റൊരു സമൂഹത്തെ കൂടെ പറ്റിക്കുവാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. 600 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഇവരുടെ കയ്യിൽ ഒരു 2000 കോടിയുടെങ്കിലും ആസ്തി ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, പൊതുജനത്തെ സഹായിച്ചാൽ ഇവർക്ക് ഒരു നേട്ടവും ഉണ്ടാകില്ല. പക്ഷേ ഈ പ്രതികളെ സ്വാധീനത്തിന് വഴങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലായിരിക്കണം ഇത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ജനങ്ങളെ നിക്ഷേപകരെ എല്ലാം പറ്റിച്ചിരിക്കുകയാണ്. നമസ്കാരം. നിർമ്മൽ കൃഷ്ണ നിക്ഷേപ നിധി തട്ടിപ്പിൽ 2017 തമിഴ്നാട് രജിസ്റ്റർ ചെയ്ത കേസ് അട്ടിമറിക്കുന്നതിന് ചില ഉദ്യോഗസ്ഥരുടെ, കേരളത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായി എന്നുള്ള ആരോപണം നിലവിലിപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരും ഈ നിക്ഷേപ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരുന്നതിനായി പരിശ്രമിച്ചവരും ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. SM നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മറുനാടനോട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നമസ്കാരം. ഞാൻ നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ SM നായർ. ഞാൻ ഇന്നിവിടെ മീഡിയയുടെ മുമ്പ് വന്നിട്ടുള്ളത് ഈ നിലവിൽ കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി, അതായത് ഇവരുടെ അനുഗ്രഹത്തോടു കൂടി തമിഴ്നാട് EOW ഇവിടുത്തെ കേസ് കൂടി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 2017 ആരംഭിച്ച കേസാണ്. തമിഴ്നാട് 2017 കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് ആൾറെഡി അട്ടിമറിച്ചു കഴിഞ്ഞു. അതിൻ്റെ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെയും 2 ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകളെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് വസ്തുവകകൾ വിറ്റ് ഈ സമ്പത്തുകളെല്ലാം വിദേശത്ത് കടത്തുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നതിനും ഈ തെളിവുകൾ രേഖകളും സഹിതം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. പ്രധാനമായിട്ട് പറയാനുള്ളത്, ജനങ്ങൾ ഇവരിൽ നിന്നും ആരെങ്കിലും വസ്തുവകകൾ ഏതെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ ബഡ്സ് ആക്ട് പ്രകാരം ഈ കേസിൽ പ്രതികളാവും. അവർക്ക് ഈ വസ്തുവകകൾ കിട്ടത്തുമില്ല. അങ്ങനെ ഇപ്പോൾ 5ഓളം വ്യക്തികൾ ഇവരിൽ നിന്നും വസ്തുവകകൾ വാങ്ങിയിട്ട് ഹൈക്കോടതിയും മറ്റു കോടതികളെയും സമീപിച്ചിരിക്കുകയാണ് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അവർക്ക് ബഡ്സ് ആക്ട് പ്രകാരം യാതൊരു നീതിയും കിട്ടില്ല. കാരണം ഇത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആൾറെഡി അറ്റാച്ച് ചെയ്യാൻ ഉത്തരവായിട്ടുള്ളതാണ്. ഇത് സുപ്രീം കോടതിയുടെ 2019 ഒരു ഉത്തരവാണ്. ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വസ്തുവകകൾ അടിയന്തരമായി അറ്റാച്ച് ചെയ്ത് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയെയും EOW ഉദ്യോഗസ്ഥരെയും, EOW ഒരാളിനെ അല്ല എല്ലാ ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലെ ഡിസ്ട്രിക്ട് റവന്യൂ ഓഫീസറെയും അറിയിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകൾ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ അട്ടിമറിക്കുന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി കുറച്ച് നിക്ഷേപകർക്ക്, ഇതിൽ എണ്ണപ്പെട്ട നിക്ഷേപകർക്ക് 70 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്നു എന്ന വ്യാജേന, 70 വയസ്സ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിക്ഷേപകർക്കും കൊടുക്കാനല്ല, കംപ്ലീറ്റ് തുകയും കൊടുക്കാനുള്ള തുകയും അവിടെയില്ല. എത്ര തുക ഉണ്ടെന്നോ എത്ര ശതമാനം കൊടുക്കുമെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് കൊടുക്കുമെന്നോ യാതൊരു ഉത്തരവോ രേഖാമൂലം ഒരു രേഖകളും ഇല്ലാതെ പ്രതിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവൻ്റെ സ്വാധീനത്തിന് വഴങ്ങി ഈ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്ന് ജനങ്ങളുടെ കണ്ണിലും സർക്കാരിൻ്റെ കണ്ണിലും കോടതികളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കോടതി വിധികളെ മറികടന്നുകൊണ്ട് തുച്ഛമായ തുക 10,000, 20,000, 50,000 ഒക്കെ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഈ നടപടി, അതായത് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കൊടുക്കാൻ ആരംഭിച്ചു എന്ന് മേൽക്കോടതികളെ കാണിച്ച് ഈ പ്രതികൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത്. അതിന് കേരളത്തിലെ ചില ഉദ്യോഗസ്ഥരും ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിധിയുടെ പകർപ്പ് ഇതായിരിക്കുന്നു. ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. ഇതാ ഓർഡർ, സുപ്രീം കോടതിയുടെ ഓർഡറാണ്. കേരളത്തിൽ ഇത് മന്ത്രിമാരുടെ ശ്രദ്ധയിലൊന്നും പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതാ അടിയന്തരമായിട്ട് ഇതാ കൊടുക്കാൻ പോകുന്നു. മുഖ്യമന്ത്രിയെ പറ്റിച്ചത് എങ്ങനെയെന്ന് ഞാൻ അടുത്ത് വിശദമായിട്ട് ഇതാ പറയാൻ പോകുന്നുണ്ട്. ഇത് മധുര ബെഞ്ചിൻ്റെ ഹൈക്കോടതി മധുര ബെഞ്ചിൻ്റെ വിധിയാണ്. ഈ വിധി കൊടുത്തിട്ടുള്ളത് 31/7/2018. ഈ വിധിയിലും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വസ്തുക്കളുണ്ടെന്നും ഇതെല്ലാം കണ്ടെത്തി വിറ്റ് എല്ലാവർക്കും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറയുകയാണ്, വിറ്റ്
ഈക്വലായിട്ട് എല്ലാ നിക്ഷേപകർക്കും ഈക്വലായിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിധിയെ മറച്ചു വെച്ചുകൊണ്ടാണ്, അതായത് ഇത് കോടതി ലക്ഷ്യമാണ്. ഞാൻ ഈ ഇടപെട്ടിട്ടുള്ള സകല ഉദ്യോഗസ്ഥരും, ചീഫ് സെക്രട്ടറി, തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്കും EOW ഉദ്യോഗസ്ഥർക്കും DROയ്ക്കും എതിരെ സുപ്രീം കോടതിയിൽ കോടതി ലക്ഷ്യത്തിന് സമീപിച്ചിരിക്കുകയാണ്. അതിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ കോടതി ലക്ഷ്യം നടപടി നേരിടും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത്, മുഖ്യമന്ത്രിയെ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറ്റിച്ചു എന്നുള്ളതാണ്. അതെ, കേരളത്തിലെ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ 2-3 ബ്രാഞ്ച്, അതായത് വിഭാഗങ്ങളായിട്ട് അന്വേഷണം നടത്തി കൊടുത്തിട്ടുള്ള, പല തവണയായിട്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇതാ റിപ്പോർട്ടുകൾ ഞാൻ വ്യക്തമായി പറയുന്നു. ഇത് 21/2/2025 ക്രൈംബ്രാഞ്ചിലെ DYSP ബിനുകുമാർ സാർ കൊടുത്ത റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു, കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല വിദേശത്തേക്കും ഇവിടുത്തെ സമ്പാദ്യം കടത്തിക്കൊണ്ടുപോയി, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ശരിയായ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ന് നിലവിൽ കേരളത്തിലുള്ള കേസുകൾ എല്ലാം അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്. ഇതാണ് ശരിയായ റിപ്പോർട്ട്. എന്നാൽ ഇതേപോലെ ഒരു റിപ്പോർട്ട് ഇതിനു മുമ്പും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള CBCID, അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലുടനീളം നിർമ്മലന് സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടെന്നും വിദേശത്ത് ഇവർ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അത് ആര് മുഖേനയാണ് നിക്ഷേപം നടത്തിയെന്നും എടുത്തു പറയുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിക്കാം. ഇതാണ് ആ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് റിപ്പോർട്ട് കൊടുത്തത് 2017 ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ഇതാ പറയുന്നു, സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിദേശത്ത് പൈസ കടത്തിയത് പറയുന്നുണ്ട്, ആര് മുഖേനയാണ് കടത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിൽ വിദേശത്തേക്ക് പൈസ കടത്തിയെന്ന് പറയുന്നത്. ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് രണ്ടാമത് അന്വേഷിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വ്യാജമായ റിപ്പോർട്ടുണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മേലുദ്യോഗസ്ഥരെയും കബളിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, വ്യാജ റിപ്പോർട്ടുണ്ടാക്കി മേലുദ്യോഗസ്ഥരെയും പൊതുജനത്തെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കൂടി പറ്റിച്ചിരിക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. ഇതാ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പെരുങ്കടവിളയിൽ ധനകാര്യ സ്ഥാപനം ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേരും എല്ലാം പറയുന്നുണ്ട്. നിർമ്മൽ കൃഷ്ണ ബെനിഫിറ്റ് ഫണ്ട് പറയുന്നുണ്ട്, നിർമ്മൽ കൃഷ്ണ ചിറ്റ്സ് പറയുന്നുണ്ട്, കൃഷ്ണ ഫണ്ട് പറയുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്, ഓഡിറ്റോറിയം പറയുന്നുണ്ട്, കിംഫ്രയിൽ സ്ഥാപനമുള്ളത് പറയുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ തുടർന്ന് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം വ്യാജമായി നിർമ്മിച്ചതാണ്. ഇതാ പറയുന്നു, ഈ മാന്യദ്ദേഹം ഇപ്പോൾ കാവി ഉടുത്ത് കാഷായ വേഷം ധരിച്ച് അടുത്ത മറ്റൊരു സമൂഹത്തെ കൂടെ പറ്റിക്കുവാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. ഈ റിപ്പോർട്ട് വ്യാജമാണെന്ന് ഞാൻ രേഖകൾ സഹിതം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പോവുകയാണ്. ഇതാ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഉദ്യോഗസ്ഥനെ ഞാൻ പേര് പറയുന്നില്ല, ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇത് കാണുമ്പോൾ നല്ലവണ്ണം മനസ്സിലാവും അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് കൊടുത്തതെന്നുള്ളത്. ഈ ഉദ്യോഗസ്ഥർ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല, കീഴ് ഉദ്യോഗസ്ഥർക്ക് ഈ ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുത്തതാണ്, നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജോയിൻറ്റ് സമിതി ഉണ്ടാക്കി ഈ അന്വേഷണത്തിന് തമിഴ്നാട്ടിലോട്ട് ഒതുക്കിയത്. അല്ലാതെ കേരളത്തിൽ FIR ഇടാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടോ കേരളത്തിൽ സ്ഥാപനങ്ങളില്ലാതിരുന്നിട്ടോ അല്ല. 600 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത്. ഈ പ്രതികളുടെ കയ്യിൽ 600 കോടിയുടെ തട്ടിപ്പ് നടത്തിയെങ്കിൽ ഇവരുടെ കയ്യിൽ ഒരു 2000 കോടിയുടെങ്കിലും ആസ്തി ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഞങ്ങളുടെ പൊതുജനത്തെ സഹായിച്ചാൽ ഇവർക്ക് ഒരു നേട്ടവും ഉണ്ടാകില്ല. പക്ഷേ ഈ പ്രതികളെ സ്വാധീനത്തിന് വഴങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലായിരിക്കണം ഇത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ജനങ്ങളെ, നിക്ഷേപകരെ എല്ലാം പറ്റിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇനിയും ഉണ്ട് റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഇദ്ദേഹം ചുമതല എടുത്തതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ റിപ്പോർട്ട് കൊടുത്തത്? ഇതാണ് ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്. ഇനി ഇദ്ദേഹം കൊടുത്ത ഈ റിപ്പോർട്ടിൽ കേരളത്തിൽ കേസെടുക്കാൻ പറ്റില്ലെന്നും FIR ഇട്ട് കഴിഞ്ഞാൽ ഈ കേസ് തള്ളിപ്പോകുമെന്നും പ്രതികൾ രക്ഷപ്പെടുമെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാന്യദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, സുപ്രീം കോടതിയിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള സുപ്രീം കോടതിയിലെ ആ വിധി ഏത് കേസിലെ വിധിയാണ്? 2 FIR ഇട്ട് കഴിഞ്ഞാൽ ഈ കേസ് തള്ളിപ്പോകുമെന്ന് പറയുന്നെങ്കിൽ ഒരു സ്ഥാപനം ഒരു സ്ഥലത്ത് നടത്തിയ തട്ടിപ്പ് 2 FIR ഇട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല. എന്നാൽ ഇത് പല സ്ഥാപനങ്ങൾ പല സംസ്ഥാനങ്ങളിലായി നടത്തുകയും
ആ സ്ഥാപനങ്ങളിലെല്ലാം തട്ടിപ്പ് നടക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഏതെല്ലാം സംസ്ഥാനത്തിൽ തട്ടിപ്പ് നടന്നോ അവിടെയെല്ലാം കേസെടുക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് മറുപടി പറയേണ്ടത് ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനാണ്. ഇതാ പറഞ്ഞിരിക്കുന്നത്, ഈ ആദ്യത്തെ റിപ്പോർട്ടിൽ ശരിയായ റിപ്പോർട്ട് കൊടുത്ത നമ്മുടെ DYSP ബിനുകുമാർ സാർ സഹിതം റിപ്പോർട്ടിൽ കൊടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും കോടതിയുടെ അനുമതിയോടുകൂടി പോലീസ് കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളും മറ്റ് ഇടപാടുകളുടെയും റിപ്പോർട്ടുകളാണ് ഇത്. സ്വർണ്ണാഭരണത്തിൻ്റെ ലിസ്റ്റാണ്. ഈ സാധനങ്ങളെല്ലാം ആ സ്ഥാപനത്തിലിരുന്ന് ഞങ്ങളുടെ പരാതിயின் മുകളിൽ നിക്ഷേപയുടെ പരാതി മുകളിൽ കോടതി നിർദ്ദേശപ്രകാരം കണ്ടെത്തി കോടതിയെ സമർപ്പിച്ചിട്ടുള്ള ലിസ്റ്റാണ്. OP നമ്പറെല്ലാം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം കോടതിയിലിരിക്കുകയാണ്. ഇതെല്ലാം തെളിവായിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് കേരളത്തിൽ കേസെടുക്കാൻ നിർവാഹമില്ലായിരുന്നുവെന്ന്. ഇത് കേരളത്തിൽ തന്നെയാണ് ഇരുന്നത്. ഈ പൈസ എല്ലാം പോയത് കേരളത്തിലാണ്. ഇപ്പോഴും കേരളത്തിൽ അവർ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ 17 കോടിയുടെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ആ സ്ഥാപനം വഴി കോടികൾ വിദേശത്ത് കടത്തിയതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. കേരളത്തിലെ മേനംകുളം കിംഫ്ര അപ്പാരൽ പാർക്കിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം വഴി 17 കോടിയുടെ ഇടപാട് നടത്തുകയും ഈ സ്ഥാപനത്തിൻ്റെ MD ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് 1.5 കോടി രൂപ ഒരു ഗൾഫ് കൺട്രിയിൽ കൊണ്ടുപോയതാണ്. ഇതിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കിംഫ്ര അപ്പാരൽ പാർക്കിനകത്താണ്. കിംഫ്രയുടെ MD ആണ് ഈ ഡീഡിൽ കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. കൗണ്ടർ സൈൻ ചെയ്തോ ഇല്ലയെന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തണം. ഈ രേഖകൾ കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയണം. ഇതിൽ ഈ 1.5 കോടി മാത്രമല്ല, മൊത്തം 17 കോടിയുടെ ട്രാൻസാക്ഷനാണ് നടത്തിയിരിക്കുന്നത്. ഈ 17 കോടി ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഒരു 200 രൂപ പത്രത്തിലാണ് പതിച്ചിട്ടുള്ളത്. വളരെ രസമാണ്. 200 രൂപ പത്രത്തിൽ 17 കോടിയുടെ ഇടപാട്. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇത്തരത്തിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഇതിനെല്ലാം നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൂട്ടി നിൽക്കുകയാണ്. അതായത് പൊതുജനം വിഡ്ഢികളാണെന്ന് ഇവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഈ എവിഡൻസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കോടതി ലക്ഷ്യത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുകളിൽ കോടതി ലക്ഷ്യത്തിനാണ് പോകാൻ പോണത്. ഞങ്ങൾക്ക് പൈസ കിട്ടുക എന്നുള്ളതിനേക്കാളും പ്രധാനം ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അഴിമതിക്ക് കൂട്ടുനിന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് എന്ന് എവിഡൻസുകൾ പറയുകയാണ്. ഈ രേഖകളെല്ലാം പറയുകയാണ്. ഇത് കിംഫ്രയുടെ അകത്താണ് നടക്കുന്നത്. കിംഫ്ര എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ്. എങ്ങനെയാണ് കിംഫ്രയുടെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ അഴിമതിക്ക് കൂട്ടുനിന്നു? 17 കോടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ ഒരു തുകയാണ്. ഇവർക്കത് ചിലപ്പോൾ നിസ്സാരമായിരിക്കാം. 600 കോടി തട്ടിപ്പ് നടത്തിയതിനെ സഹായിക്കാനാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടും ദയവ് ചെയ്ത് പൊതുജനങ്ങൾ ഇവരുടെ വലയത്തിൽ വിടരുത്. ഇവരുടെ പ്രോപ്പർട്ടികളെല്ലാം അറ്റാച്ച്ഡാണ്. എല്ലാം അറ്റാച്ച് ചെയ്യാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ ചാലിൽ ചെന്ന് വിടുന്നെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ്. ഇതൊരു അറിയിപ്പായിട്ട് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് ഒരു വൻ തട്ടിപ്പിൻ്റെ ഒരു അറ്റം മാത്രമാണ്. ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CBI അന്വേഷണം ഉടനെ വരാൻ പോവുകയാണ്. ഈ മാസം തന്നെ മിക്കവാറും ആരംഭിക്കും. അപ്പോൾ ഇതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് ഇതിൽ ചെന്ന് ട്രാപ്പിലാവാതിരിക്കാൻ. എന്തായാലും ഈ ഒരു തട്ടിപ്പ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ കബളിപ്പിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ സമരസമിതിയിലുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ ഒരു സംഭവം മുഖ്യമന്ത്രിയെയും ഉടൻ അറിയിക്കുമെന്നും ഇവർ വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.